അതല്ല, LDF-ന് ഈ PDP-യും അതിന് പുറമെ എന്താണ് ഭാരത ഹിന്ദു മഹാസഭ, ഇവർ രണ്ടുപേരും പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷെ ഗോവിന്ദൻ മാഷ് ആ പിന്തുണ വേണ്ടെന്ന് പറയണ്ടേ? എന്നിട്ട് വേണ്ടേ ഞങ്ങളോട് ചോദിക്കാൻ? ഈ PDP-യുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വേണ്ട, ഹിന്ദു മഹാസഭയുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി വളരെ ശക്തമായി UDF-നെ പിന്താങ്ങി. അതിന് കാരണം അവർ ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായി നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാക്കാനാണ് അന്ന് പിന്തുണ നൽകിയത്. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ വളരെ കാലം പിന്തുണച്ചവരല്ലേ. അത് ആ കാലത്ത് പിന്നെ ജമാഅത്തെ ഇസ്ലാമി പിണറായി വിജയന് സാമ്രാജ്യ വിരുദ്ധ പാർട്ടിയായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഓർക്കുകയാണ്, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണാൻ പോയതിന് അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ എന്തൊക്കെ പറഞ്ഞു? അന്ന് പറഞ്ഞു, എന്താണ് കുഞ്ഞാലിക്കുട്ടി ഹസൻ അമീർ, ഞാൻ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ സമുദായ നേതാക്കളെ കണ്ടാൽ അത് പറയുന്നത് മനസ്സിലാക്കാം. ഞങ്ങൾ മൂന്നുപേരുടെയും പേര് ചേർത്തില്ല പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ വാസ്തവത്തിൽ PDP-യുടെ പിന്തുണ സ്വീകരിക്കുക, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നതിന് കുറ്റം പറയാം. വാസ്തവത്തിൽ കിട്ടാത്ത കൊണ്ടിരിക്കാൻ പൊളിക്കും എന്ന് ഏതൊരു കാർട്ടൂൺ കണ്ടു. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്താൽ നമ്മുടെ ഗോവിന്ദൻ മാഷ് രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കും. അതിലൊരു ഞങ്ങളെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വൈഷമ്യവുമില്ല. അതൊക്കെ ദേശാഭിമാനിയുടെ ഊഹമല്ലേ. ഞങ്ങൾ അവരെ വെൽഫെയർ പാർട്ടി പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈ ദേശാഭിമാനിക്ക് ഗോവിന്ദൻ മാഷോട് ചോദിക്കാൻ ധൈര്യമില്ലല്ലോ, PDP നിങ്ങൾ ഇടതു മുന്നണിയിൽ ഉൾപ്പെടുത്തുപോയത്. ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നവർ ദേശാഭിമാനി ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം PDP ഇടതു മുന്നണിയിൽ ഉൾപ്പെടുത്തുമില്ലേ എന്ന് പറഞ്ഞിട്ട്, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതല്ല. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും. അതിനുള്ള അസ്വസ്ഥതയാണ്. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് PDP നേരത്തെ പറഞ്ഞു അവരെ ഒരുപാട് പീഡിതരുടെ പാർട്ടിയാണെന്ന് പറഞ്ഞു. അവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് ഇടതു മുന്നണി സർക്കാരാണ്. നയനാരുടെ കാലത്താണ് അവരെ പിടിച്ചു കൊടുത്തതാണ് പോലീസ്. ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നത് വരെ അറസ്റ്റ് വൈകണം എന്ന് PDP നേതാക്കൾ നയനാരെ മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞപ്പോൾ അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോകുന്നതാണ്. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ശംഖുമുഖത്തെ CPM-ന്റെ പിണറായിയുടെ ജാഥയെ സ്വീകരിക്കാൻ പിണറായി വിജയനും അച്യുതാനന്ദനും ഒക്കെ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി കാത്തിരുന്ന കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. അപ്പോൾ മുസ്ലിം ലീഗിനെ പിന്താങ്ങിയാൽ അതെല്ലാം പുരോഗമനം അല്ല, CPM-നെ പിന്താങ്ങിയാൽ പുരോഗമനം, UDF-നെ പിന്താങ്ങിയാൽ അത് പിന്തിരിപ്പ്. അത് അവരുടെ കയ്യിലിരിക്കട്ടെ. ഞങ്ങളതൊന്നും ഗൗരവമായിട്ട് കാണാൻ പോകും.